ഗുഡ് ഈവനിങ്. അപ്പോൾ നമ്മൾ ചെറിയൊരു ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇതെന്ന് വെച്ചാൽ റെയിൽവേയുടെ ഒരു ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു അഡ്വാൻസ്ഡ് നോട്ടീസ് ആണ് ടെക്നീഷ്യനെ ബേസ് ചെയ്തിട്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞ ടെക്നീഷ്യൻ നോട്ടിഫിക്കേഷൻ ഫെബ്രുവരിയിൽ വരുന്നു. അതേപോലെ മാർച്ച് ഏപ്രിൽ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ. അപ്പോൾ ഇത് ഈ ഒരു ഒഫീഷ്യൽ ആയിട്ട് കാര്യം നമ്മുടെ സൈറ്റുകളിൽ വരുന്നേ ഉള്ളൂ. റെയിൽവേയുടെ ഒഫീഷ്യൽ സൈറ്റുകളിൽ വരുന്നേ ഉള്ളൂ. അത് മോസ്റ്റ് പ്രോബബ്ലി 17-ാം തീയതി ഒക്കെ ആകുമ്പോഴത്തേക്ക് മാത്രമേ എന്ത് ഒഫീഷ്യൽ സൈറ്റിൽ വരുന്നുണ്ടാവുള്ളൂ. അപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽഡ് നോട്ടിഫിക്കേഷൻ എപ്പോഴാ? 9/3/2024 സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവുക. സോറി, നോട്ടിഫിക്കേഷൻ വരുന്നുണ്ടാവുക 9/3/2024 അത് നമ്മുടെ സൈറ്റുകളിൽ അവൈലബിൾ ആകുന്നുണ്ടാവുക. 9-ാം തീയതി തൊട്ട് നിങ്ങൾക്ക് അവിടെ അപ്ലൈ ചെയ്യാനും പറ്റുന്നുണ്ടാവും. അത് കഴിഞ്ഞ് 8/4/2024 എന്തെയാ ലാസ്റ്റ് ഡേറ്റ് വന്നിട്ടുണ്ടാവുക. 8/4/2024 അപ്പൊ ഇതിൽ ടെക്നീഷ്യൻ ഗ്രേഡ് 1 സിഗ്നൽ 7th CPC പ്രകാരം പേ 5 ആണ്. 5 ലെവൽ 5 ആണ്. അപ്പൊ 29,200 ഇനീഷ്യൽ പേ വരുന്നുണ്ടാവുക. ഇതിന്റെ മെഡിക്കൽ സ്റ്റാൻഡേർഡ് B1 ആണ്. 18 to 36 വരെയുള്ളവർക്ക് അപ്ലൈ വേണ്ടി പറ്റും. അപ്പൊ ഇതിൽ ഏകദേശം 1,100-ഓളം വേക്കൻസിയാണ് എന്ത് ചെയ്യുക, ടെക്നീഷ്യൻ ഗ്രേഡ് 1 സിഗ്നലിലേക്ക് ഉണ്ടാവുക. അത് കഴിഞ്ഞ് ടെക്നീഷ്യൻ ഗ്രേഡ് 3 ആണ് ഉണ്ടാവുക. അത് ലെവൽ 2 ആണ്. 19,900 ആണ്. അപ്പൊ ഇതിന്റെ മെഡിക്കൽ സ്റ്റാൻഡേർഡ് നമ്മുടെ ഡീറ്റെയിൽ നോട്ടിഫിക്കേഷൻ ഉണ്ടാവും. 18 to 33 വയസ്സുള്ളവർക്ക് എന്ത് അപ്ലൈ വേണ്ടി വരുന്നുണ്ടാവും. 7,900 ആണ് എന്ത് വേക്കൻസി ഉള്ളത്. ടോട്ടൽ വേക്കൻസി 7,900, 1,200 കൂടി കൂട്ടി 9,000 വേക്കൻസിയാണ് ടെൻറ്റേറ്റീവ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. അതേപോലെ സോൺ വൈസ് എന്തെയാ, അതേപോലെ RRB വൈസ് എല്ലാ വേക്കൻസിന്റെ നോട്ടിഫിക്കേഷനിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ടാവും. അപ്പോൾ ഇത് നിങ്ങൾക്ക് എന്തെയാ ഡീറ്റെയിൽഡ് CN 9/3/2024 എന്തെയാ പബ്ലിഷ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അതിന് എന്തെയാ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതേപോലെ ഏജ് ലിമിറ്റ് നമ്മൾ പറഞ്ഞു. ടെക്നീഷ്യൻ ഗ്രേഡ് 3 എന്തെയാ 18 to 33 വരെയും, ടെക്നീഷ്യൻ ഗ്രേഡ് 1 18 to 36 വരെയാണ് ഏജ് ലിമിറ്റ് ഉള്ളത്. അതേപോലെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഒക്കെ എന്താ ഒരു ഡീറ്റെയിൽഡ് നോട്ടിഫിക്കേഷൻ എന്താ കൃത്യമായിട്ട് പറയുന്നുണ്ടാവും. അതേപോലെ റിസൾട്ട് കിട്ടിയ റിസൾട്ട് വന്നവർക്ക് മാത്രമേ എന്ത് ചെയ്യാൻ വേണ്ടി അപ്ലൈ വേണ്ടി പറ്റുന്നുണ്ടാവുള്ളൂ. അല്ലാതെ റിസൾട്ട് എക്സാം എഴുതിയിട്ട് റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവർക്ക് എന്താ എക്സാം അപ്ലൈ വേണ്ടി പറ്റുന്നുണ്ടാവില്ല. ഇതിന് 500 രൂപയാണ് ഫീ വന്നിട്ടുള്ളത്. അതിന് എന്താ റീഫണ്ട് ഉണ്ടാവും. 400 രൂപ റീഫണ്ട് ചെയ്യുന്നുണ്ടാവും. നിങ്ങൾ എക്സാം എഴുതി കഴിഞ്ഞാൽ, ടയർ 1 എക്സാം എഴുതി കഴിഞ്ഞാൽ 400 രൂപ നിങ്ങൾക്ക് എന്താ അവിടെ റീഫണ്ട് ആയിട്ട് വരുന്നുണ്ടാവും. ഓക്കെ. അതേപോലെ SC ST എക്സ് സർവീസും PWD ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് 250 രൂപയാണ് വരുന്നുണ്ടാവുക. അപ്പോ നിങ്ങൾ എക്സാമിന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്താ ഈ 250 രൂപ റീഫണ്ട് ആവുന്നുണ്ട്. ഓക്കെ. അപ്പോൾ എക്സാം അറ്റൻഡ് ചെയ്യുന്നവർക്ക് മാത്രമേ എന്താവുള്ളൂ റീഫണ്ട് ഇനിഷ്യേറ്റ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ. അപ്പോൾ ഇത്രയും RRBs ആണ് ഇതിനു വേണ്ടി കണ്ടക്ട് ചെയ്യുന്നത്, പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ ചെറിയ ഇൻഫർമേഷൻ ആണ്. 9-ാം തീയതിയാണ് ഡീറ്റെയിൽ ആയിട്ട് നോട്ടിഫിക്കേഷൻ വരിക എന്ന രീതിയിലും, അതേപോലെ ലാസ്റ്റ് ഡേറ്റ് വന്നിരിക്കുന്ന 8/4/2024 രീതിയിലും പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തേക്കുന്നത്. ഓക്കെ. അപ്പോൾ ഈ ഒരു വീഡിയോ നമുക്കിവിടെ വൈൻഡ് അപ്പ്. ഓക്കെ. താങ്ക് യു.